എല്ലാം ശത്രുക്കൾ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഒരേ സമയം രണ്ട് കൈകളിലും ഖഡ്ഗമേന്തിക്കൊണ്ടുള്ള വിസ്മയാവഹമായ ആ പോരാട്ടം കണ്ടവരെല്ലാം നടുങ്ങുകയാണ്. ശത്രുക്കൾക്ക് വിജയ വൈജയന്തി പറത്താൻ ഈ സിംഹ പരാക്രമി മാത്രമായിരുന്നു അപ്പോഴത്തെ വിലങ്ങുതടി. അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്താൻ ശത്രുക്കൾ പദ്ധതികൾ ആവിഷ്കരിച്ചു. അവർ അദ്ദേഹത്തെ വളഞ്ഞുപിടിക്കാൻ ശ്രമിച്ചു. ജീവനോടെ കിട്ടണമെന്നാണ് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ അവരെല്ലാം ഖഡ്ഗമേറ്റ് നിലംപതിക്കുകയായിരുന്നു. ഈ വികാര നിർഭരമായ രംഗം കണ്ട് ഉഹദ് മല പോലും കോരിത്തരിച്ചിരിക്കണം. മലക്കുകൾ അമ്പരന്നിരിക്കണം. പടക്കളം വിറപ്പിച്ചു പറന്നു പൊരുതുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ പിടിക്കാൻ സാധ്യമല്ലെന്ന് കണ്ട ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം ആരംഭിച്ചു. രക്തപ്പുഴ ഉഹദിൽ കുലംകുത്തിയൊഴുകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരിൽ ആരെയെങ്കിലും ഒരാളെ കിട്ടാൻ തക്കം വാർത്ത് നിൽക്കുകയായിരുന്നു വഹ്ശി. ഹിന്ദിന്റെ അടിമയായ വഹ്ശിക്ക് ധാരാളം